നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യാതിർത്തികൾ പോലെ തന്നെയാണ് പല രാജ്യങ്ങളുടെയും വ്യോമ അതിർത്തികളും. അതിലൂടെ സഞ്ചരിക്കുമ്പോൾ അതീവ സുരക്ഷ അത് ഏറെ പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് മറ്റുള്ള രാജ്യങ്ങളിലെ വിമാനങ്ങൾ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലെ ഏതെങ്കിലും പ്രതിനിധികൾ അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രതലവന്മാരെല്ലാം കടന്നു പോകുമ്പോൾ ഏത് രാജ്യത്തിന്റെ വ്യോമപാതയിലൂടെയാണോ കടന്നു പോകുന്നത് ആ രാജ്യം ഒരുപക്ഷെ അവർക്ക് ചിലപ്പോൾ നല്ല രീതിയിലുള്ള സുരക്ഷ ഒരുക്കാറുണ്ട്. ഇപ്പോഴിത് അത്തരത്തിൽ സുരക്ഷ ഒരുക്കിയതാണ്. പക്ഷെ അത് വലിയ രീതിയിൽ ഒരു ആശങ്കയാണ് പടർത്തിയത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഖത്തർ എയർവേസ് വിമാനം പറക്കുന്നു. ചുറ്റിലും വലം വെച്ച് യുദ്ധവിമാനങ്ങൾ ചീറിപ്പറക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൾഫ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വീഡിയോ കണ്ട് ലോകം ഞെട്ടി. വിമാനത്തിന് സുരക്ഷ ഒരുക്കുന്നതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്നതടക്കം പലരും ചിന്തിച്ചു. എന്നാൽ വീഡിയോയ്ക്ക് താഴെ പങ്കുവെച്ച കുറിപ്പ് ശ്രദ്ധിച്ചതോടെയാണ് എല്ലാവർക്കും കാര്യം മനസ്സിലായത്. ഖത്തർ അമീർ ഹിസ് ഹൈനസ് അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയുടെ വിമാനം ഒമാനി വ്യോമ അതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാന്റെ യുദ്ധവിമാനങ്ങൾ അനുഗമിക്കുന്നതായിരുന്നു വീഡിയോയിൽ. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഖത്തർ അമീർ ഒമാൻ സന്ദർശനത്തിനായി എത്തിയത്. ഖത്തർ അമീറിന് ഒമാൻ നൽകിയ രാജകീയ വരവേൽപ്പിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഒമാൻ ഭരണാധികാരിയായ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ഖത്തർ അമീർ എത്തിയത്. ഒമാൻ സുൽത്താനേറ്റായ മസ്കറ്റിലെ അൽ ആലം കൊട്ടാരത്തിലെത്തിയ അമീർ എച്ച് ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിക്ക് വലിയ സ്വീകരണമാണ് ഒമാൻ സുൽത്താനേറ്റ് നൽകിയത്. അമീറിന്റെ വാഹന വ്യൂഹം മസ്കറ്റ് ഗേറ്റിൽ നിന്ന് അൽ ആലം പാലസിലേക്ക് പ്രവേശിച്ചതോടെയാണ് ഔദ്യോഗിക സ്വീകരണ ചടങ്ങുകൾ ആരംഭിച്ചത്. സൈനിക, സാംസ്കാരിക, സംഗീത പരിപാടികൾ ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ഒമാനി പൈതൃകം വിളിച്ചോതുന്ന ഒട്ടക, കുതിരപ്പഴ ടീമുകളും നാടൻ കലകളും ഖത്തർ അമീറിനെ സ്വീകരിക്കാനുണ്ടായിരുന്നു. ഖത്തർ അമീറിനെ സ്വാഗതം ചെയ്യാൻ റോയൽ ആർട്ടിലറി ആകാശത്തേക്ക് 21 റൗണ്ട് വെടിയുതിർത്തു. ഇതോടൊപ്പം അൽ ആലം കൊട്ടാരത്തിൽ അമീർ എത്തിയപ്പോൾ ഖത്തർ സംസ്ഥാനത്തിന്റെ ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്തു. അതേസമയം ലാൻഡിംഗിനിടെ യാത്രാ വിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചതിന്റെ റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. US സമയം രാത്രി 9:30ഓടെയാണ് അപകടം നടന്നത്. റീഗൻ വിമാനത്താവളത്തിൽ ലാൻഡിംഗിന് ശ്രമിക്കുന്നതിനിടെ വിമാനം ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. വിമാനത്തിൽ 65 യാത്രക്കാർ ഉണ്ടായിരുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇടിച്ച വിമാനം സമീപത്തെ നദിയിലേക്ക് വീണുവെന്നാണ് പ്രാഥമിക നിഗമനം. റൺവേയിൽ വിമാനം ഇറങ്ങിയതിന്റെ തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അമേരിക്കൻ എയർലൈൻസിന്റെ CRJ-700 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 375 അടി ഉയരത്തിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനം പോട്ടോമാക് നദിയിലേക്ക് വീണുവെന്നാണ് സൂചന. ഏതായാലും ഇപ്പോൾ മറ്റുള്ള അതിലെ യാത്രക്കാർക്കായിട്ടുള്ള തെരച്ചിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.